110ന്റെ മുകളിൽ എപ്പോൾ വെച്ചിട്ടാണെങ്കിലും തട്ടിപ്പോവും. ആ ലെവലിൽ വന്ന ആളാണ് ഞാൻ. അവിടുന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാറ്റം വന്നു. ഞാൻ 120 ചാടാൻ തുടങ്ങി, പിന്നെ 125 ചാടാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം 132 കൂടി ക്ലിയർ ആക്കാൻ പറ്റും. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള അതുലിനെയാണ്. അതുൽ CPOന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കൺഗ്രാറ്റ്സ് അതുൽ. താങ്ക് യു. അതുൽ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ അതോ വേറെ ആരുടെയും കെയർ ഓഫിൽ വന്നാണോ? എന്താണ് നമ്മുടെ കഞ്ചിക്കോട് വന്നിട്ടുള്ള നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇവിടെ നിന്ന് പാസ്സായിട്ട് പോകുമ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ് അതുലിന് പറയാനുള്ളത്? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് രാജ് സാർ അടുത്താണ്. രാജ് സാറ് താങ്ക് യു സാർ. ഞാൻ ഈ ഫിസിക്കലിന്റെ ഫയറിന്റെ ഫിസിക്കൽ ഉണ്ടായിരുന്നു ആദ്യം. ഫയറിന്റെ ഫിസിക്കൽ ഞാൻ ജസ്റ്റ് ഫെയിലായി. അപ്പോൾ ഫെയിലായപ്പോൾ ഞാൻ രാജ് സാറെ ചോദിച്ചു. രാജ് സാറെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. ഒരു ദിവസം അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ട് ബെല്ലി ജമ്പ് എല്ലാവർക്കും പറ്റും, എല്ലാവരെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ഉണ്ട്. ഞാൻ ഭയങ്കര കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സ്കിന്നി ടൈപ്പ് ഉള്ള ഒരാളാണ്. കുറച്ചുകൂടെ ഭയങ്കര ഫാറ്റൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാറേ ജമ്പ് കിട്ടുമോ, അവിടെ വന്നിട്ടാണെങ്കിൽ ബെല്ലി ചാടാൻ പറ്റുമോ? കാരണം എനിക്കറിയില്ല, എൻ്റെ ഹൈറ്റും ഈ ഒരു തടിയും വെച്ചിട്ട് ചാടാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ സാറേ നീ പോരി, ധൈര്യപ്പെട്ട് പോരി, ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ 100% നമുക്ക് ഷുവറാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ പിന്നെ എന്തായാലും ഒരു ചാൻസിൽ പോയി നോക്കാം, കിട്ടിയാലോ എന്നുള്ള മൈൻഡിലാണ് ഇവിടെ വന്ന് ഇവിടുത്തെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ABC പിന്നെ സ്റ്റെപ്പ് വർക്കൗട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 110 ഞാൻ വന്ന ടൈം ചാടലുണ്ടായിരുന്നു. ജമ്പ് 110ന്റെ മുകളിൽ എപ്പോൾ വെച്ചിട്ടാണെങ്കിലും തട്ടിപ്പോവും. ആ ലെവലിൽ വന്ന ആളാണ് ഞാൻ. അവിടുന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാറ്റം വന്നു. ഞാൻ 120 ചാടാൻ തുടങ്ങി, പിന്നെ 125 ചാടാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം 132 കൂടി ക്ലിയർ ആക്കാൻ പറ്റി. സാറൊരു ഭയങ്കര ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ജമ്പ് ചാടുമ്പോൾ പോലും സാർ അവിടുന്ന് നമ്മളോട് പറയും, കമോൺ ചാടി കിട്ടും. ആ ഒരു പവറിന് ചാടിയാണ് 132. അതിനുശേഷം പിന്നെ ഞാൻ 2 ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത്, രണ്ടും സിമ്പിളായിട്ട് ജമ്പ് കിട്ടി പാസ്സായി. ആദ്യത്തേൽ ഹൈ കിട്ടി, രണ്ടാമത്തേൽ ലോങ് ഞാൻ തീരെ വേണം ചാടല്ല, ഒരു പ്രാവശ്യം ചാടിയിട്ടേ ഉള്ളൂ. ലോങ് ചാടുമ്പോൾ എനിക്ക് പേടിയാണ്, കിട്ടുമോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ഫിസിക്കലിൽ ഹൈയും കിട്ടി, ലോങ് കിട്ടി. എനിക്ക് ഇവിടെ വരുന്ന ആൾക്കാരോട്, ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിട്ടേൺ എക്സാം പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫിസിക്കലും. നമ്മൾ റിട്ടേൺ എക്സാമിന് വേണ്ടി നമ്മൾ കുറേ 6 മാസം 7 മാസം ഇരുന്ന് കുറേ പഠിക്കും. ആ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറേ ആൾ ട്രൈ ചെയ്യില്ല. നമ്മൾ ചോദിക്കും ഫിസിക്കൽ ഭയങ്കര എളുപ്പമുള്ള ഒരു സാധനമാണ്, പോയാൽ കിട്ടും എന്നുള്ള മൈൻഡേക്ക് എല്ലാവർക്കും. പക്ഷെ അങ്ങനെയല്ല, ഫിസിക്കലിനും നമ്മൾ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ റിട്ടേൺ എക്സാമിൽ നമ്മൾ ഇരുന്ന ടൈം, നമ്മൾ ക്ലാസ് പോകാൻ ചിലവാക്കിയ പൈസ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പാലക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടാണെങ്കിലും ഹോസ്റ്റലിൽ നിന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ചിലവ് കൊടുക്കാൻ പറ്റുന്ന ലെവലേ ഉള്ളൂ. ഒരു പണി കിട്ടലാണല്ലോ ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, ഫിസിക്കല് ഉള്ളൊരു ഏതൊരു ഫോഴ്സോ അങ്ങനെ ഏതൊരു പോസ്റ്റ് ആണെങ്കിൽ നേരെ എക്സാം കഴിഞ്ഞ പാടെ തന്നെ ഇവിടേക്ക് വരിക, ഇവിടുന്ന് ട്രൈ ചെയ്യുക. 100% ഫിസിക്കൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിലൊരു കൺഫ്യൂഷൻ, ഒരു സാധനം വേണ്ട. നമ്മളെ വർക്കൗട്ട്, നമ്മൾ ഇവിടുന്ന് വർക്കൗട്ട് ചെയ്യുക, നമ്മൾ 100% കൊടുക്കുക. പിന്നെ സാറെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും, അതിലൊരു സംശയവുമില്ല. എനിക്ക് കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും കിട്ടും ഫിസിക്കൽ. സാർ ഇന്ന പോലെ ഒരാളെ സാർക്ക് ഈ ഹൈ ജമ്പ് ചാടി പാസ്സാക്കി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. അത് ഞാൻ 100% ഉറപ്പ് പറയാം. അപ്പോൾ ആരും വീട്ടിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, പാലക്കാട് വരെ പോകണോ, ഭയങ്കര ദൂരമല്ലേ, ഈ വീഡിയോകളിലൊക്കെ സത്യമാണോ, ഇതൊക്കെ കിട്ടുമെന്നുള്ള ഡൗട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ. അങ്ങനെയൊന്നുമല്ല, 100% ഇവിടുന്ന് ജമ്പ് കിട്ടിയിരിക്കും. നമ്മളെ വർക്കൗട്ടിൽ ഒരു മായവും ചേർത്താണ്ട് കറക്റ്റ് സാറ് പറയുന്ന ഫോളോ ചെയ്താൽ മാത്രം മതി. സാറ് വർക്കൗട്ട് തന്നെ കാണാൻ വളരെ കുറച്ച് ടൈമുള്ള ഒരു വർക്കൗട്ടാണ്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എത്തിയിട്ട് ഒരു 7:30 വർക്കൗട്ട് കഴിയും. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈം ആണെങ്കിൽ പോലും നമ്മളല്ല, സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ആ വർക്കൗട്ട് ഭയങ്കര എഫക്റ്റീവാണ്. ആ വർക്കൗട്ട് മാത്രം മതി. നമ്മളറിയാണ്ട് നമ്മളെ കാലിനും കൈക്കൊക്കെ സ്ട്രെങ്ത് വരും, നമുക്ക് വർക്കൗട്ട് കിട്ടും. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആകെ 3 പുള്ളപ്പ് ആകെ കിട്ടുന്ന ഒരു സാധനം ഷോർട്ടാണ്. ഷോർട്ട് പുട്ട് മാത്രമേ വരുള്ളൂ. എല്ലാവരും വീഡിയോയിൽ സാർ 4 ഐറ്റം ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ധൈര്യപ്പെട്ട് കഞ്ചിക്കോടൊക്കെ പോകുന്നുള്ളൂ. പക്ഷെ എൻ്റെ 4 ഇല്ല, ആകെ ഒരു ഐറ്റമേ ഉള്ളൂ, ഷോർട്ട് പുട്ട് മാത്രം. ആ 3 പുള്ളപ്പും ഇവിടെ വന്നിട്ടാണ് ഞാൻ ഫുള്ള് 6 ഐറ്റം സെറ്റ് ചെയ്തത്. അത് ഒരു 1.5 മാസം ആ ഒരു ടൈമുണ്ട്. അത് സാറെ വർക്കൗട്ടാണ്. ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്ദി എല്ലാം പറയാനുള്ള സാറോടാണ്. അപ്പോൾ സാർക്ക് ഇനിയും പറ്റൂ ഇതേമാതിരി കുറേ സ്റ്റുഡൻസിനെ, കുറേ ഫാമിലീനെ കഴിച്ചിലെക്കാൻ സാർക്ക് പറ്റൂ. സാറ് ഈ ഗ്രൗണ്ടിൽ ഒരു ദിവസം പോലും സാറ് ലീവ് എടുത്തില്ല. ചില ദിവസങ്ങളിലോ എനിക്ക് ഞാൻ കുറച്ച് മടിയാണ്, അതിനോട് എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. എന്നാലും പിറ്റേ ദിവസം സാറ് മെസ്സേജ് അയക്കും, എന്താ ഇന്ന് വരാൻ ഗ്രൗണ്ട് കണ്ടിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ലെവലിൽ ഗ്രൗണ്ടിലേക്ക് പിറ്റേന്ന് പോരും. പക്ഷെ സാർ ഇവിടെ എല്ലാ ദിവസവും എല്ലാവരും പേഴ്സണലായിട്ട് എല്ലാവരും നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് ആർക്കാണ് വേണ്ട. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ 200ഓളം ആൾക്കാരുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരു ദിവസം എന്തായാലും എങ്ങനെ പോയാലും ഒരു 10-70 ആൾക്കാർ മിനിമം വരും.
അതിന്റെ മുകളിലേ ഉണ്ടാവുള്ളൂ. ആ ആൾക്കാർ ഓരോരുത്തരെ പോലും സാറ് ഓരോ പേര് വിളിച്ച്, ഇപ്പൊ എനിക്ക് പോലും ഈ ഗ്രൗണ്ടിൽ വരുന്ന എല്ലാവരുടെ പേരും അറിയില്ല, പക്ഷെ സാർക്ക് എല്ലാവരുടെ പേരും അറിയാം, എല്ലാവർക്കും എന്താ പ്രശ്നം എന്നറിയാം, എല്ലാം അറിയാം. സാറ് വീഡിയോ അയച്ചു തരും. സാർ ഇപ്പോൾ വർക്കൗട്ട് ലോങ് ആണ് ചാടുന്നെങ്കിൽ ലോങ് ചാടി എന്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇമ്പക്ക് എന്നെ വിലയിരുത്താൻ വേണ്ടി സാർ നമ്മളെ വീഡിയോ സാർ എടുത്തിട്ട് പേഴ്സണലായിട്ട് അയച്ചു തരും. ഇതാണ് ഈ ചാടിയത്, ഇന്ന മാറ്റം വരുത്തണം, ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് സാറ് ഓരോരുത്തരും സാറെ പണി പോലും ഒഴിവാക്കിയിട്ട് സാർ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ, സാർക്ക് സ്വന്തമായിട്ട് ബുക്ക് സ്റ്റാളുണ്ട്, അവിടെ നിൽക്കുന്നതാണ്. പക്ഷെ ആ പണി പോലും ഒഴിവാക്കിയിട്ട് അവിടെ ആളെ നിർത്തിയിട്ട് ഇവിടെ വന്ന് എല്ലാ ദിവസവും സാറ് കഷ്ടപ്പെട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇവിടെ വരുന്ന റിസ്ക്, ഇവിടെ വരുന്ന എഫേർട്ട്, അതിനൊക്കെ ഇരട്ടി വർക്ക് സാർ ഇവിടെ എടുക്കുന്നുണ്ട്. ആ സാറെ ഒരു 90% നമ്മളൊരു 10% ആണ് ശരിക്കും ഇവിടെ ഫിസിക്കലി പാസ്സാകുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ധൈര്യപ്പെട്ടിട്ട് ഫിസിക്കലുള്ള ആൾക്കാർ ഈ എക്സാം കഴിഞ്ഞ പാടെ കഞ്ചിക്കോട്ടേക്ക് എത്തിപ്പെടാൻ നോക്കുക. എത്തിപ്പെട്ടാൽ നിങ്ങൾ 100% പാസ്സാകുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു അതുൽ. വളരെ സന്തോഷം. കാരണം ഇവിടെ എല്ലാവരും ഇവിടെ പാസ്സായിട്ട് പോകുമ്പോൾ വളരെ വീക്കായിട്ടാണ് ഇവിടേക്ക് വരാറുള്ളത്. പാലക്കാട് കഞ്ചിക്കോട് പറഞ്ഞ സ്ഥലത്തേക്ക് വളരെ വീക്കായിട്ടാണ് കുട്ടികൾ വരാറ്. പക്ഷെ പാസ്സായിട്ട് പോകുമ്പോൾ ഒരു റിവ്യൂ തരാൻ പോലും ഒരുപാട് കുട്ടികൾ മടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. കാരണം അതർ അക്കാഡമിയിൽ പോയിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങോട്ട് വരാത്തത്. എന്തായാലും അതിൽ ഇവിടെ പാസ്സായി പോകുമ്പോൾ ഒരു റിവ്യൂ തന്നത് വളരെ സന്തോഷം. ഓക്കെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനടി ഇവിടെ എത്തുക. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് നല്ലൊരു ജോബായിട്ട് ഇവിടുന്ന് കഞ്ചിക്കോട് നിന്ന് പോകാം. ഓക്കെ, താങ്ക് യു.